പക്ഷേ ഈ സമീപകാല രാഷ്ട്രീയത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസ്. അദ്ദേഹം നിർബന്ധിത ഗർഭചിത്രം നടത്തിപ്പിച്ചു എന്നൊക്കെയാണ് ആരോപണം. പക്ഷേ ഈ ആരോപണം ഉന്നയിച്ചവർക്കൊന്നും പരാതിയില്ല. സ്വാഭാവികമായിട്ട് ഒരിടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതു ഇടത്തിലേക്ക് മടങ്ങി വരുന്നു, സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നു, നിയമസഭയിലടക്കം അദ്ദേഹം തിരിച്ചു വരുന്നു. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനുള്ള ധൈര്യം കൊടുത്തത്? യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിലുള്ള പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേരള നിയമസഭയിലെ സാന്നിധ്യം അടക്കം ഒരു ഗ്രൂപ്പിസത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിസത്തിന്റെ പ്രശ്നത്തിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തെറ്റൊന്നുമല്ല. ഇപ്പോൾ വ്യഭിചരിക്കുക അത് കോൺഗ്രസിൽ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക അന്ന് കോൺഗ്രസിൽ വാർത്തയല്ല. കാരണം കോൺഗ്രസിൽ വളരെ പുരാതനമായിട്ടുള്ള കാലം തുടങ്ങിയിട്ട് ഇത്തരം ധാരാളം പ്രക്രിയകൾ ഉണ്ടായിട്ടുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തുടങ്ങിയിട്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നാഗപ്പൂർ കോൺഗ്രസിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. 1920 മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസിലേക്കുള്ള ഐതിഹാസികമായിരിക്കുന്ന രംഗപ്രവേശനം നടക്കുന്ന നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ആ സമ്മേളനത്തിന്റെ സംഘാടകനായിരുന്ന ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറാണ്, RSSന്റെ പിൽക്കാലത്തെ സ്ഥാപകൻ. അതേ നാഗപ്പൂർ തന്നെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും അതേ 1959 കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അതേ നാഗപ്പൂർ തന്നെ NSU ആയിട്ട് സമ്മേളനം വെച്ചു. 1984 ഒക്ടോബറിലാണ് എൻ്റെ ഓർമ്മ. ആ സമ്മേളനത്തിനകത്ത് അന്നത്തെ NSUവിന്റെ പ്രസിഡന്റിന്റെ പേര് മലയാളിയായിരിക്കുന്ന രമേശ് ചെന്നിത്തല. ആ ചെന്നിത്തല ഓൾ ഇന്ത്യ അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് സമ്മേളനം വെച്ചത്. ഒരു 30,000 പേര് വരുന്നു പ്രതീക്ഷിക്കുകയും 42,000 പേരോളം അവിടെ ആ സമ്മേളന നഗരിയിലേക്ക് ഓടിക്കയറുകയും അവസാന സമ്മേളന നഗരി പരിപൂർണമായിട്ട് ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ഇന്ന് മാത്രമല്ല, അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്, ചെറുപ്പക്കാരായിരിക്കുന്ന NSUക്കാര്. അവർ തെരുവീതിയിൽ പോകുന്ന വീടുകളിലെല്ലാം കയറി ബലാത്സംഗം നടത്തി. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ സംബന്ധിച്ച് വേശ്യാവൃത്തി തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ, ഈ വേശ്യാവൃത്തി തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ പോലും നാഗപ്പൂരിൽ ഏകദേശം 2000-ഓളം വരുന്ന സ്ത്രീകൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഈ തൊഴിലെടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തത് NSUവിന്റെ സമ്മേളനത്തെ തുടർന്നാണ്. കാരണം NSUക്കാരെ കൊണ്ട് ഇടിച്ചു കയറ്റമായിരുന്നു ഈ സ്ഥലത്ത്. കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച്, യൂത്ത് കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച്, മൂത്ത് കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഒരു വലിയൊരു വീക്ക്നെസ് ആണ് അവരെ സംബന്ധിച്ച്. ഈ വീക്ക്നെസ്സിന്റെ ഭാഗമായിട്ടാണ് നാഗപ്പൂർ സമ്മേളനത്തിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരത്തില് 2000 പേരാണ് യുവതികള് ഈ തരത്തിലുള്ള ആളുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളുടെ 2 ദിവസം തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ തൊഴിലിനുള്ള കോമ്പൻസേഷൻ ഞങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടത് അന്നത്തെ വേശ്യാവൃത്തി തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന യുവതികളാണ്. ഇതിന് കാരണമുണ്ടായത് NSU ആണ്. NSUവിന്റെ അന്നത്തെ ഓൾ ഇന്ത്യ പ്രസിഡന്റിന്റെ പേര് രമേശ് ചെന്നിത്തല എന്നാണ്. ചെന്നിത്തല അല്ല എന്ന് പറയട്ടെ. അന്നത്തെ ഇന്ത്യ ടുഡേയിൽ പ്രത്യേകമായിട്ട് അതിനെ സംബന്ധിക്കുന്ന വിശദീകരിക്കുന്ന വാർത്തകളുണ്ട്. ഈ വാർത്തയിൽ രമേശ് ചെന്നിത്തലയുടെ പടമുണ്ട്, അദ്ദേഹത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ ഇവര് തകർത്തിട്ടുള്ള സമ്മേളന നഗരിയുടെ ചിത്രമുണ്ട്. നമുക്ക് ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടു പോകാവുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാരും ചെയ്തതല്ല, അല്ലെങ്കിൽ അക്കാലത്ത് BJPക്കാരും ചെയ്തതല്ല, ഇത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആരും ചെയ്തതല്ല, മറിച്ച് ഇത് ചെയ്തത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നുള്ള ആക്ഷേപമാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഈ വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കണ്ട് അതിനെ സംബന്ധിച്ച് RSSന്റെ സർസംഘാലം മോഹൻജി ഭാഗവത് പിൽക്കാലത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സംഘത്തിന്റെ RSSന്റെ കാര്യാലയത്തിലേക്ക് രാജീവ് ഗാന്ധി നേരിട്ട് വിളിച്ച് ഈ പറയുന്ന 42,000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ സഹായിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന്റെ രേഖകൾ നമ്മളെ സംബന്ധിച്ച് ലഭ്യമാണ്. അപ്പൊ അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തരത്തിൽപ്പെട്ട വ്യഭിചാരം ഒരു കുറ്റമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അതിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തില് അസംബ്ലിയിലേക്ക് വന്നതിന്റെ പേരിലാണ്. അസംബ്ലിയിൽ വന്നാൽ തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് ഇന്ന് ചെയ്തിരിക്കുന്ന സസ്പെൻഷനാണ് അദ്ദേഹത്തിനുള്ളത്. സസ്പെൻഷൻ പണിഷ്മെന്റ് അല്ലല്ലോ. ഏത് സിദ്ധാന്തത്തിലാണ് സസ്പെൻഷൻ പണിഷ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏത് തിയറിയിൽ ആരെ പറഞ്ഞിരിക്കുന്നതിനെ സംബന്ധിച്ച് സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരിക്കലും ശിക്ഷിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ്സുകാരൻ തൽക്കാലത്തേക്ക് ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നതാണ്.
അദ്ദേഹത്തെ അസംബ്ലിയിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്ത ചില ആളുകൾ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തില് കൃത്യമായിട്ട് അദ്ദേഹം നിയമസഭയിൽ വരുന്നു, പ്രത്യേകമായിട്ട് ബ്ലോക്കായിട്ട് ഇരിക്കുന്നു. ഈ വ്യഭിചാരം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന്റെ മുൻകാല ചെയ്തികളുടെ പരിശോധിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച ഒരു നീചപ്രവൃത്തിയല്ല, അവർ സാധാരണ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് ഈ നടത്തിയിരിക്കുന്നത്. പിന്നെ ആയുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ പോലും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം കൊണ്ട് ഈ പ്രസ്ഥാനത്തെ അവർ ഇല്ലായ്മ ചെയ്യുകയാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ട് ശക്തമായ ജനവികാരമുണ്ട്. ഈ വികാരങ്ങളെ പൂർണ്ണമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കോൺഗ്രസ്സുകാരന് സാധ്യമല്ല. കാരണം കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരെല്ലാവരും കരിനിഴലിലാണ്. അതിനകത്ത് ആരെങ്കിലും ഇത്തരത്തില് ഈ തരത്തിൽപ്പെട്ട കരിനിഴലിൽ പെടാത്തവരാരെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടതാണ്. ഏത് കോൺഗ്രസിന്റെ നേതാവാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പെടാത്തവരുള്ളത്? മിക്കവാറും എല്ലാ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഇത്തരത്തിലുള്ള കുരുക്കുകളിൽ പെട്ടിട്ടുള്ളവരാണെന്നുള്ള വിവരം എല്ലാവരെയും സംബന്ധിച്ച് നിലനിശ്ചയമുണ്ട്. ഈ സംഗതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കുന്നവരെ പോലും മുഖത്ത് നോക്കിയിട്ട് താങ്കൾ എങ്ങനെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ചോദ്യത്തിന് ഉത്തരം പറയുവാനുള്ള ത്രാണിയൊന്നും ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുണ്ടാവില്ല. കാരണം പലരുടെയും വ്യക്തിപരമായ ജീവിതം അത്തരത്തിൽ തികച്ചും അനാശാസ്യം നിറഞ്ഞതും ജനപക്ഷം അവതരിപ്പിക്കാൻ സാധിക്കാത്തതും ജനവിരുദ്ധമായിരിക്കുന്ന നടപടികളാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാലോ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് മുഖത്ത് നോക്കിയിട്ട് താൻ പാർലമെന്റ് അസംബ്ലി കയറണ്ട എന്ന് പറയാനുള്ള ചങ്കുറ്റം കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ഭാരവാഹികൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് തെറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അല്ലായിരുന്നു അവർ പറഞ്ഞില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെളിവുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ആരും പരാതി കൊടുത്തിട്ടില്ലോ എന്നുള്ളത് ചോദിക്കാം. ആര് പരാതി കൊടുത്താലും ഇല്ലെങ്കിലും ശരിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ളത് കേരളത്തിലെ പൊതുജനം സംശയിക്കുന്നുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംശയിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാം മുകേഷിന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന്. അത് തന്നെയാണ് മുകേഷിന്റെ കാര്യത്തിലുള്ളത്, ഇത് തന്നെയാണ് ശശിയുടെ കാര്യത്തിലുള്ളത്, ഇത് തന്നെയാണ് പി ശശിയുടെ കാര്യത്തിലുള്ളത്. ഈ പറയുന്നവർക്ക് എല്ലാവർക്കും എതിരായിട്ടുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ള സാധാരണ ജനങ്ങൾ ധരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കേരളമാണ്. കേരളത്തിന് സാക്ഷരത വളരെ കൂടുതലാണ്. അതുകൊണ്ട് രാക്ഷസ ബുദ്ധിയുള്ള നേതാക്കന്മാരാണ് ഇവിടെ കൂടുതലുള്ളത്. ഈ പറയുന്ന നേതാക്കന്മാരെല്ലാവരും കൂടി ചുറ്റുവട്ടം ഇരുന്നു കൊണ്ട് ഗാഗ്വായി വിളിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇതിനകത്ത് ഒരു നടപടി ഉണ്ടാവില്ല എന്നുള്ളവരും രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. ഇതിനെയൊന്നും ഇപ്പൊ ഈ മന്ത്രിസഭയിലുള്ള ഗണേശൻ അറിയാലോ. ഗണേശന്റെ പേരിൽ എന്തെല്ലാം ആരോപണം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഗണേശന് പ്രശ്നമല്ലല്ലോ. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് ഉണ്ടല്ലോ, സ്വന്തം ഭാര്യയ്ക്ക് വണ്ണം വെച്ചതിന്റെ പേരിലോ അസുഖം വന്നു എന്തൊക്കെ പറഞ്ഞിട്ടാ അവർ ഉപേക്ഷിച്ചത്. എന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കൂടെ താമസിക്കാൻ വേണ്ടി കൂടിയിട്ടുള്ളത്. ഇങ്ങനെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ സ്വന്തം ചെയ്തികളെ സംബന്ധിച്ച് കൃത്യമായുള്ള ധാരണയുണ്ട്. പക്ഷെ അവർക്ക് ഒന്നുറപ്പാണ്, ഇത് കേരളമാണ്, കേരളം വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഒരിക്കലും കോൺഗ്രസ്സുകാരന് വ്യഭിചാരം നടത്തിയാല്, കമ്മ്യൂണിസ്റ്റുകാരൻ വ്യഭിചാരം നടത്തിയാല് പരസ്പരം ആരും പരാതികൾ കൊടുക്കില്ല, ആരും ചോദ്യം ചെയ്യില്ല, ഇതിനെതിരായിട്ട് നിയമ നടപടികൾ വരില്ല, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഉണ്ടാകാം, ഈ അന്വേഷണം എവിടെ എത്തിച്ചേരില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇതിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം പ്രശ്നമല്ല, കോൺഗ്രസിലെ നിരവധിയായിരിക്കുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളുടെ വ്യഭിചാര പ്രക്രിയകളെ സംബന്ധിച്ച അന്വേഷണം നടത്തുകയാണെങ്കിൽ ആരന്വേഷണം നടത്തണമെന്നുള്ള വലിയ പ്രശ്നമാണ്. അത് നടത്താനുള്ള അധികാരം കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ടോ? അദ്ദേഹത്തിന്റെ പാരമ്പര്യം പരിശോധിക്കണം നമ്മള്. കേരളത്തിലെ ഏത് മന്ത്രിക്കാണ് ഇത്തരത്തിൽ അവരുടെ സ്വന്തമായിട്ടുള്ള സ്വഭാവ ചാരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെതിരായിട്ട് അന്വേഷണം നടത്തണമെന്ന് അവർക്ക് ആർക്കും പ്രഖ്യാപിക്കാൻ വേണ്ടി സാധ്യമല്ല. ഇത് തിരിച്ചറിയുന്ന ആൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് നാളെയും അസംബ്ലിയിൽ വരും, മറ്റന്നാളും വരും, അദ്ദേഹം ഇരിക്കും. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരുടെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കാണിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി, സ്പീക്കർ അടങ്ങുന്ന ആളുകൾ ഇദ്ദേഹത്തിനെതിരായിട്ട് നടപടിയെടുക്കുന്നുണ്ടാവില്ല. ആകെ നടപടിയെടുത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ വേണ്ടി AICC ആവശ്യപ്പെട്ടു എന്നാണ്. ആ AICC ആദ്യം ആവശ്യപ്പെടേണ്ടത് അവരുടെ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയോടാണ്. ഈ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടാത്ത ഏത് കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ AICCക്ക് സാധിക്കുന്നതെന്നാണ് ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട സംശയം ശരിക്കും അവിടെയാണ്.